ശരീരത്തിൻ്റെ ആരോഗ്യം പോലെ തന്നെ കൃത്യമായ ദന്ത സംരക്ഷണവും അത്യന്താപേക്ഷിതമാണ്. ആരോഗ്യമുള്ള പല്ലുകൾ എന്നത് ആത്മവിശ്വാസത്തിൻ്റെ മാത്രമല്ല, ശരീരത്തിൻ്റെ മൊത്തം ആരോഗ്യത്തിൻ്റെയും കൂടിയുള്ള അടയാളമാണ്. വായയുടെ ആരോഗ്യത്തിനായി ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ. ചുവന്ന് തടിച്ചു വീർത്ത മോണകൾ, ബ്രഷ് ചെയ്യുമ്പോഴുള്ള രക്തസ്രാവം, വായനാറ്റം, മോണ ഇറങ്ങൽ തുടങ്ങിയവയെല്ലാം മോണരോഗത്തിന്റെ ലക്ഷണങ്ങളാണ്. മിക്ക ദന്തപ്രശ്നങ്ങളും ശരിയായ വൈദ്യസഹായം ഉപയോഗിച്ച് തടയാനും ചികിത്സിക്കാനും കഴിയും. ഭക്ഷണം കഴിച്ച ശേഷം വെള്ളം കൊണ്ട് വായ നന്നായി കഴുകണം. ഇങ്ങനെ ചെയ്താൽ പല്ലിലുണ്ടായ ആവരണം നീക്കം ചെയ്യപ്പെട്ടുകൊള്ളും. പല്ലിലെ പ്ലാക്ക് അടിഞ്ഞുകൂടുന്നത് നീക്കം ചെയ്യാൻ ദിവസത്തിൽ 2 തവണ പല്ല് തേക്കുക. കൂടാതെ ഫ്ലൂറൈഡ് ടൂത്ത് പേസ്റ്റ് ഉപയോഗിച്ച് പല്ലിന്റെ എല്ലാ പ്രതലങ്ങളിലും എത്തത്തക്ക വിധം കുറഞ്ഞത് 2 മിനിറ്റെങ്കിലും പല്ല് തേക്കുക. പതിവായി ദന്തപരിശോധനകൾ നടത്തുന്നത് ഗുരുതരമായ ദന്തപ്രശ്നങ്ങൾ തടയാൻ സഹായിക്കും. ഇത് ദന്തപ്രശ്നങ്ങൾ ഇല്ലെന്ന് ഉറപ്പാക്കാൻ സഹായിക്കും. ബലത്തിൽ പല്ല് തേക്കുമ്പോൾ പല്ലിൽ ഉരയിലുണ്ടാവുകയും സെൻസിറ്റിവിറ്റിക്ക് ഇത് കാരണമാവുകയും ചെയ്യും. സോഫ്റ്റ് ബ്രിസിൽ ബ്രഷുകൾ ഉപയോഗിക്കണം. പല്ലു തേക്കുന്നത് പോലെ തന്നെ പ്രധാനമാണ് ഫ്ലോസിംഗ്. ടൂത്ത് ബ്രഷിന്റെ കുറ്റിരോമങ്ങൾ എത്താൻ സാധ്യതയില്ലാത്ത പല്ലുകൾക്കിടയിൽ നിന്ന് ഭക്ഷണ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യാൻ ഫ്ലോസിംഗ് സഹായിക്കുന്നു. പല്ലുകൊണ്ട് കടിച്ച് ഒന്നും തുറക്കരുത്. പല്ലുകൊണ്ട് എന്തെങ്കിലും തുറക്കാൻ ശ്രമിക്കുന്നത് പല്ലിൽ പൊട്ടൽ വരാൻ സാധ്യതയുണ്ട്. പുകവലി പല്ലിന്റെയും മോണയുടെയും ആരോഗ്യത്തെയും ബാധിക്കാം. പുകയില ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം പല്ലിൽ കറ വരുത്തുകയും ചെയ്യും. അതിനാൽ പുകവലി ഉപയോഗം കുറയ്ക്കുക. ഇടയ്ക്കിടെ ഏതെങ്കിലും മൗത്ത് വാഷ് ഉപയോഗിച്ച് വായ വൃത്തിയാക്കുന്നത് വായയുടെ ആരോഗ്യത്തിന് നല്ലതാണ്.